ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്താ എൻ്റെ പരിപാടിയെന്ന്. അത് തന്നെ ഞാനൊരു കുഞ്ഞ് പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സേമിയ പായസമാണ്. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാമിൻ്റെ വറുത്ത സേമിയ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൗവരി, സാബുനരിയോ അങ്ങനെയൊക്കെ പറയില്ലേ, ആ സാധനം മേടിച്ചിട്ടുണ്ട്. അത് ഒന്ന് കുതിർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചസാരയില്ലേ, 1/2 കിലോ പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരമൽ അത് തന്നെയല്ലേ, അങ്ങനെ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ചൂടായി അതിങ്ങനെ ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കട്ടയായി പോയിട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചു പോയി, ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം അലിഞ്ഞ് റെഡിയായി വന്നു. പിന്നെ അതിലേക്ക് 2 കവർ പാലും പൊട്ടിച്ചൊഴിച്ചു. അത് തിളപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ സേമിയ വേവിച്ച് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയിലെ അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 സംഭവം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ മോളെ ഏൽപ്പിച്ചിട്ട് ഇളക്കാനായിട്ട് മോളെ ഏൽപ്പിച്ച് ഞാൻ നൈസായിട്ടൊന്ന് മുങ്ങിട്ടോ. അപ്പോൾ ഇതേ മോളെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാരയുടെ അളവ് കറക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ദേ മോളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ പായസം റെഡി ആയപ്പോഴാണ് കേട്ടോ പൊങ്ങിയത്. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ നോക്കി, മധുരമൊക്കെ കറക്റ്റാണ്. പിന്നെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വറുത്ത് ചേർക്കണം. നട്ട്സ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ, കിസ്മിസ് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഒന്ന് അപ്പുറത്തേക്ക് പോയപ്പോഴേക്കും ഒരാളവിടെ നോക്കാൻ വന്നിരിക്കുകയാണ് എന്താണെന്ന്. മോനെ അവൻ നോക്കിയിട്ട് പോയിട്ടു. അപ്പോൾ ഞാൻ നട്ട്സൊക്കെ വറുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് 3 ബൗളിലേക്ക് സെർവും കൂടി ചെയ്തു കേട്ടോ. ചൂടാറിക്കഴിയുമ്പോൾ കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പായസം കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വാവ ദേ ഇവിടെ വന്നിരിക്കണം. എന്താണെന്നറിയാമോ, ഞാൻ ഈ വീഡിയോ പിടിക്കാൻ നേരത്ത് കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഞാനും പീലിമോളും കുഞ്ഞുവാവും കൂടി ഇതേ ഇവിടെയാണ് ഇരിക്കാറ്. അതുകൊണ്ടാണ് കുഞ്ഞുവാവ അവിടെ പോയിരിക്കുന്നത്. പിന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പായസം കഴിച്ചു. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി എൻ്റെ മോൻ ഒരു സംഭവം ഉണ്ടാക്കി തരാൻ പറയുന്നത്. എന്താണെന്നറിയാമോ, നമ്മുടെ ക്യാബേജില്ലേ, ക്യാബേജിൻ്റെ അപ്പം, ക്യാബേജ് അപ്പം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചരി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇട്ടിട്ടോ, സർപ്രൈസായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ പച്ചരിയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുറച്ച് നല്ല ജീരകവും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് നമ്മുടെ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് മാവിലേക്ക് ഇട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കിണ്ണത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ സ്റ്റവിലേക്ക് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോവുകയാണ് കേട്ടോ. നാളെ അത്തമല്ലേ. വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇനി അടുത്ത പരിപാടിക്ക് പോകുന്നത്. നമുക്ക് പുതിയ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഓണമല്ലേ. അപ്പോൾ എന്താണെങ്കിലും നാളെ തുടങ്ങി പൂവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് തറ കെട്ടണം. സാധാരണ മൂലത്തിൻ്റെ അന്നല്ലേ തറ കെട്ടാറ്. പക്ഷെ ഇവിടെ മണ്ണാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ കൽപ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് ചാണകം മെഴുകിയിട്ട് പൂവിട്ടാൽ മതി. പക്ഷെ ഇവിടെ മണ്ണാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറും മണ്ണിൽ ചാണകം മെഴുകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും തറ കെട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ഇഷ്ടിയൊക്കെ പെറുക്കി കൊണ്ടുവന്ന് തറ കെട്ടുവാണ്. കൂടെ ഞങ്ങളുടെ കുഞ്ഞു വാവുകളുണ്ട്, 2 പേരുണ്ട് കേട്ടോ. അവർ ഇറങ്ങിയിരിക്കുന്നത് മണ്ണിൽ കളിക്കാനാണ്. അപ്പോൾ ഞാനിങ്ങനെ മണ്ണിങ്ങനെ തട്ടി കൊടുത്തോണ്ട് ഇരുന്നപ്പോഴേ പീലിമോള് പറയാം, എന്തിനാ ഇന്ന് തട്ടണ്ട, അത് ഉറങ്ങിക്കോളുന്നു എന്ന് വെച്ചാൽ അവരെ ഉറക്കാനായിട്ട് ഞാനിങ്ങനെ തട്ടി കൊടുക്കുമല്ലോ. അപ്പോൾ പീലിമോള് പറയാം, തട്ടണ്ട മാമേ, മണ്ണ് തന്നെ ഉറങ്ങിക്കോളുന്നു.
അങ്ങനെ നമ്മൾ തറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്ര റൗണ്ടൊന്നും ആയില്ല കേട്ടോ, ഇഷ്ടികയല്ലേ വെച്ചിരിക്കുന്നത്. എന്നാലും ഒരുവിധം ഞാൻ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തറയൊന്ന് മെഴുകണം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ടു കേട്ടോ. ഇനി ഞങ്ങളിത് നാളത്തേക്ക് അത് കളമിടാനായിട്ട് പൂ പറിക്കാൻ പോയി ചാണകം എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മളിവിടെ പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്ത ആ സംഭവമില്ലേ, നമ്മുടെ കേബേജ് അപ്പം, അത് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ തറയൊന്ന് മെഴുകിയിടണം, ചാണകം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മെഴുകാനായിട്ട് പോവുകയാണ്. ഈ മണ്ണായതുകൊണ്ട് അതിലെത്രത്തോളം ചാണകം പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ. കൽപ്പൊടിയോ ചെളിയോ ഒക്കെ ആണെങ്കിൽ നല്ലപോലെ പിടിക്കും കേട്ടോ. ഞാൻ എന്താണെങ്കിലും മെഴുകി നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ചാണകം മെഴുകലൊക്കെ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് ഇങ്ങനെ ചാണകം മെഴുകിയ തറയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വീടിൻ്റെ തറയൊക്കെ മെഴുകാറുണ്ടായിരുന്നു. പൂക്കളങ്ങനെ ഇടാറില്ലായിരുന്നു കേട്ടോ. ഞാനെന്തോ എൻ്റെ ലൈഫിൽ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്തോ ഇങ്ങനെ പൂവ് ഇട്ടിട്ടുള്ളൂ, അത്തക്കളം ഇട്ടിട്ടുള്ളൂ കേട്ടോ. സാധാരണ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഓണത്തിൻ്റെ അന്ന് മാത്രം ഇടാറുള്ളൂ. ഞാനെന്താണെങ്കിലും നാളെ മുതൽ ഇടാമെന്ന് വിചാരിക്കുവാണേ. അങ്ങനെ നമ്മുടെ തറയൊക്കെ മെഴുകി കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ധന്യ വന്ന് ഞാൻ തറ കെട്ടുന്നതൊക്കെ നോക്കി. അപ്പോൾ ശരിക്കും മൂലത്തിൻ്റെ അന്നാണ് തറ കെട്ടേണ്ടത്. നമ്മുടെ ഈ മണ്ണിലായതുകൊണ്ട് നമുക്ക് സാധാരണ നിലത്ത് ഇങ്ങനെ ചാണകം മെഴുകി പൂക്കളം ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തറ കെട്ടിയത്. അപ്പോൾ അത് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല, മൂലത്തിൻ്റെ അന്ന് ചതുരക്കളം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടോ. മെഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു പഴയ റെയിൻ കോട്ട് എടുത്ത് മൂടിയിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളത്തേക്ക് കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നാളത്തെ ഓണപ്പൂക്കളും അതുപോലെ തന്നെ നാളെ പീലിമോളുടെ അംഗനവാടിയിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരെ ബൈ.